ഒരു അഡ്വാൻറ്റേജ്. നമ്മളെ കൊണ്ട് ഈ ജീവിതത്തിൽ എന്ത് വേണമെങ്കിലും നേടാൻ കഴിയും എന്നതാണ് സത്യം. സന്തോഷം ഓരോ മനുഷ്യർക്കും വ്യത്യസ്തമാണെങ്കിലും നമ്മുടെ സന്തോഷം തീരുമാനിക്കുന്നത് നമ്മൾ തന്നെയാണ്. നമുക്ക് വേണം എന്ന് തോന്നുന്ന ഏത് കാര്യവും നമ്മൾ ആഗ്രഹിക്കുന്ന സമയത്ത് തന്നെ നേടാൻ കഴിയും എന്നതാണ് പണം നമുക്ക് തരുന്ന ഗുണം. 1910 ആംഗസ് ക്യാമ്പൽ എന്നൊരു സൈക്കോളജിസ്റ്റ് ഒരു റിസർച്ച് നടത്തിയിരുന്നു. ഡിപ്രഷൻ, ആങ്സൈറ്റി, സ്കിസോഫ്രീനിയ ഒക്കെ ഉള്ള ആളുകളെ പറ്റി പഠിക്കുകയും ദ സെൻസ് ഓഫ് വെൽ ബീയിങ് ഇൻ അമേരിക്ക എന്നൊരു ബുക്ക് അദ്ദേഹം എഴുതുകയും ചെയ്തു. ഓരോ ആളുകളും ജനിച്ചു വളർന്ന സ്ഥലം, സാഹചര്യം, പണം, അന്തസ്, വിദ്യാഭ്യാസം എന്നതൊന്നുമായിരുന്നില്ല അവരുടെ സന്തോഷത്തിന് നിർണ്ണയിച്ചിരുന്നത്. മറിച്ച് ജീവിതം അവരുടെ വരുതിയിലാക്കുക എന്നതിൽ മാത്രമായിരുന്നു അവർ സന്തോഷം കണ്ടെത്തിയിരുന്നത്. പണം കൊണ്ട് മാത്രം നമുക്കെല്ലാം നേടാൻ കഴിയില്ല. പക്ഷേ നമ്മുടെ ജീവിതത്തെ നിർണ്ണയിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കുന്നത് പണമാണ്. സമയത്തിനനുസരിച്ച് ജീവിതം ചിട്ടപ്പെടുത്താൻ വേണ്ടുന്ന ശ്രമം ഒട്ടും ചെറുതല്ല. ഒരാൾ അയാളുടെ വീട്ടിലേക്ക് ആവശ്യമായ ഭക്ഷണം തയ്യാറാക്കിയും വീട്ടുജോലികൾ ചെയ്തതിനും ശേഷമാണ് ജോലിക്ക് പോകുന്നത് എന്ന് കരുതുക. ആ വ്യക്തി വീട്ടുജോലികൾക്ക് വേണ്ടി മാറ്റിവെക്കുന്ന സമയവും ആരോഗ്യവും അയാളുടെ തൊഴിലിനെ ബാധിച്ചേക്കാം. പകരം അയാൾക്ക് മറ്റൊരാളെ വീട്ടുജോലികൾക്കായി ഒരാളെ നിയമിക്കാൻ കഴിയുകയാണെങ്കിൽ അയാൾക്ക് ലാഭിക്കാൻ കഴിയുന്ന സമയം കുട്ടികൾക്കൊപ്പം ചിലവിടാനോ വിശ്രമിക്കാനോ അധികമായി സമ്പാദിക്കാനോ ഒക്കെ വിനിയോഗിക്കാം. പണം കൊണ്ട് മാത്രം എല്ലാം നേടാൻ കഴിയുമെന്നല്ല, മറിച്ച് പണം ചേർത്ത് വെക്കാൻ കഴിഞ്ഞാൽ ആരോഗ്യ പ്രശ്നങ്ങൾ വന്നാൽ വിശ്രമിക്കാനോ ഭക്ഷണം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പുറത്തുനിന്ന് കഴിക്കാനോ ഒക്കെ കഴിയും. നമ്മുടെ സാഹചര്യങ്ങളെല്ലാം ഒത്തുവരികയും വേണം. നിറയെ പണം ഉണ്ടായിട്ടും അത് വിനിയോഗിക്കാൻ കഴിയുന്ന ചുറ്റുപാടോ സാഹചര്യമോ ഉണ്ടായില്ലെങ്കിൽ പണം കൊണ്ടൊരു ഉപയോഗവും ഇല്ലല്ലോ. നമ്മൾ ജീവിതത്തിൽ ഒരു വാഹനത്തിന്റെ ഡ്രൈവിംഗ് സീറ്റിൽ ഇരിക്കും പോലെയാണ്. നമ്മൾ ജീവിതം ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ കാർ നമ്മുടെ കൺട്രോളിൽ അല്ലെങ്കിൽ അതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല. നമുക്ക് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നടന്നാൽ പോലും ചില കാര്യങ്ങൾ ജീവിതത്തിൽ ഇല്ലെങ്കിൽ നമ്മുടെ സന്തോഷം പൂർത്തിയാവില്ലല്ലോ. അത്തരം സാഹചര്യങ്ങളിലാണ് പണത്തിന്റെ പ്രാധാന്യം നമ്മൾ അറിയുന്നത്. ജോൺ ഡി റോക്ക്ഫെല്ലർ എന്നൊരു ബിസിനസ്സുകാരനുണ്ടായിരുന്നു. അദ്ദേഹം കൂടെ ജോലി ചെയ്യുന്ന എല്ലാവരെയും സംസാരിക്കാൻ അനുവദിച്ച് അതെല്ലാം ശ്രദ്ധിച്ചു കേട്ട ശേഷം ഏറ്റവും ഒടുവിൽ മാത്രമാണ് നിർണായകമായ തീരുമാനങ്ങൾ എടുത്തിരുന്നത്. കാണുന്ന ഒരാൾക്ക് അദ്ദേഹം ഇത് വെറുതെ ചെയ്യുകയാണ് എന്ന് തോന്നലുണ്ടായിരുന്നു. എന്നാൽ റോക്ക്ഫെല്ലറിന്റെ ബുദ്ധി സദാ പ്രവർത്തിച്ചിരുന്നു. ഏതൊരു കാര്യവും തീരുമാനിക്കും മുമ്പ് നന്നായി ആലോചിച്ച ശേഷം മാത്രമേ അദ്ദേഹം പ്രാവർത്തികമാക്കുകയുള്ളൂ. അതേപോലെ ഇന്നത്തെ അധിക ജോലികളും റോക്ക്ഫെല്ലർ ചെയ്തിരുന്ന പോലെ സദാസമയവും ബുദ്ധി പ്രവർത്തിപ്പിക്കേണ്ടതാണ്. നമ്മുടെ ഓഫീസ് ജോലി കഴിഞ്ഞ ശേഷവും നമ്മളുടെ ജോലി നമ്മളുടെ മനസ്സിനെ, ബുദ്ധിയെ ഒക്കെ അലട്ടുന്നുണ്ട്. ഇതിന് എന്തെങ്കിലും ഒരു വഴിയുണ്ടോ? 30 Lessons for Living എന്നൊരു ബുക്ക് കാൾ പിൽമർ എഴുതിയിട്ടുണ്ട്. ആ ബുക്കിൽ പണം സമ്പാദിച്ചുണ്ടാക്കേണ്ട നേട്ടത്തെക്കുറിച്ച് പ്രതിപാദിച്ചിട്ടേയില്ല. അനുഭവസമ്പന്നരായ മനുഷ്യരും ലോകം കണ്ട അറിവുള്ള ആളുകളും ഒരിക്കലും ഇത്തരം കാര്യങ്ങൾ സംസാരിക്കാറില്ല. എല്ലാ മനുഷ്യർക്കും ആവശ്യമുള്ള ഒരു കാര്യം നല്ലൊരു സുഹൃത്താണ്. നമ്മുടെ ചുറ്റുമുള്ളവർക്കും കുട്ടികൾക്കും നമ്മുടെ പണത്തേക്കാൾ വേണ്ടത് നമ്മുടെ സാന്നിധ്യമാണ്, നമ്മുടെ സമയമാണ് എന്നാണ് പിൽമർ പറയുന്നത്. ഇതിനെല്ലാം വേണ്ടത് സമയമാണ്. സമയം ഉണ്ടാവാൻ വേണ്ടത് സ്വാതന്ത്ര്യവും. ആ സമയവും സ്വാതന്ത്ര്യവും നമുക്കെപ്പോഴും നേടിത്തരുന്നത് പണമാണ്. സമ്പാദ്യം ലാഭമാണോ നഷ്ടമാണോ തരിക എന്നത് അടുത്ത എപ്പിസോഡിൽ കാണാം. നമ്മൾ നമുക്കായി പ്രധാനപ്പെട്ടതെന്ന് കരുതി സ്വന്തമാക്കി വെച്ചിരിക്കുന്ന പലതും മറ്റൊരാൾക്ക് അത്ര പ്രധാനപ്പെട്ടതാവില്ല. നമ്മൾ പല വിധത്തിലുള്ള സാധനങ്ങൾ സ്വന്തമാക്കാറുണ്ട്. വാച്ച്, കാറ്, ബൈക്ക്, ഹെഡ്ഫോൺ, വീട് എന്നിങ്ങനെ പലവിധ സാധനങ്ങൾ വാങ്ങാറുണ്ട്. എന്നാൽ അതിലൊന്നും നമ്മൾ തൃപ്തിപ്പെടാറില്ല. വീണ്ടും വീണ്ടും നമ്മൾ ആഗ്രഹിച്ചുകൊണ്ടേയിരിക്കും. ഒരു വില കൂടിയ ബൈക്ക് നമ്മൾ സ്വന്തമാക്കണം എന്ന് ആഗ്രഹിക്കുന്നത് അതിന്റെ സൗകര്യങ്ങൾ കൊണ്ട് മാത്രമാവില്ല. ആ ബൈക്കിൽ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ചുറ്റുമുള്ളവർ നമ്മളെ ശ്രദ്ധിക്കും എന്നതുകൊണ്ട് കൂടെയാണ്. എല്ലാവരും അങ്ങനെ അല്ലെങ്കിലും പലരും അങ്ങനെയാണ്. നമുക്ക് ശരിക്കും അത്യാവശ്യമായി വേണ്ടത് സുരക്ഷിതമായ വീടും കാറും വാച്ചും മാത്രമാണെന്ന് കരുതുന്നുണ്ടോ? അല്ല, ഇതെല്ലാം സ്വന്തമാക്കുന്നത് മറ്റുള്ളവരെ ബോധിപ്പിക്കാൻ കൂടെയാണ്. നിങ്ങളൊരു വലിയ കാര്യം നേടുകയോ നല്ലൊരു കാര്യം ചെയ്യുകയോ ചെയ്തതിന്റെ പേരിൽ നിങ്ങൾ നടന്നു പോകുന്ന വഴിക്ക് കുറച്ച് ആളുകൾ വന്ന് അഭിനന്ദിക്കുന്നു എന്ന് കരുതുക. ആ സമയം നിങ്ങളുടെ വലിയ വീടിനെ കുറിച്ചോ നിങ്ങളുടെ കാറിനെ കുറിച്ചോ നിങ്ങൾ ചിന്തിക്കുകയില്ല. കാരണം ആളുകൾ നിങ്ങളുടെ മികവിനെ മാത്രമാണ് നോക്കിക്കാണുന്നത്. ഒരു മനുഷ്യൻ ആവശ്യം സാധനങ്ങളല്ല, മറിച്ച് മറ്റുള്ളവരിൽ നിന്ന് ലഭിക്കുന്ന ബഹുമാനവും സ്നേഹവും കരുണയുമൊക്കെയാണ്. നമുക്ക് അത്യാവശ്യം എന്ന് കരുതുന്ന പല വസ്തുക്കളും നമ്മുടെ ജീവിതത്തിൽ അത്ര പ്രധാനപ്പെട്ടതൊന്നുമല്ല. നമുക്ക് സാധനങ്ങളൊന്നും ആവശ്യമില്ല എന്നല്ല പറയുന്നത്, മറിച്ച് ഒരാൾക്ക് ആത്യന്തികമായി എന്താണോ വേണ്ടത് അതിനായി പരിശ്രമിക്കണമെന്നാണ് പറയുന്നത്. ഒരാൾക്ക് ആദരവാണ് വേണ്ടതെങ്കിൽ ഒരു ഫെരാരി കാർ സ്വന്തമാക്കുകയല്ല, മറിച്ച് സ്നേഹവും കരുണയും നേതൃത്വ ഗുണവും ഒക്കെയാണ് വേണ്ടത്. സാധനങ്ങൾ കൊണ്ടുണ്ടാകുന്ന വൈരുദ്ധ്യങ്ങൾ അടുത്ത എപ്പിസോഡിൽ കേൾക്കാം. നമ്മുടെ കയ്യിലുള്ള പണത്തിന്റെ പവർ മറ്റുള്ളവർക്ക് മുമ്പിൽ കാണിക്കാനായി ചിലവിടുക എന്നതാണ് ദരിദ്രനാവാനുള്ള ഏറ്റവും നല്ല വഴി. പണം ഈ ലോകത്തിന് പല വിധത്തിലുള്ള വൈരുദ്ധ്യങ്ങൾ കാണിച്ചു കൊടുക്കാറുണ്ട്. അതിൽ പ്രധാനമാണ് യഥാർത്ഥത്തിൽ നമ്മുടെ കണ്ണിൽ കാണാത്തതാണ് ഒരാളുടെ ഏറ്റവും മികച്ച സ്വത്ത് എന്നത്. നമ്മുടെ എഴുത്തുകാരൻ മോർഗൻ ഹൗസലിന് കാർ മേൽനോട്ടക്കാരനായിരിക്കുന്നത് വലിയ ഇഷ്ടമായിരുന്നു. അതിന് കാരണം അങ്ങനെ ഒരാൾക്ക് പല വിധത്തിലുള്ള വില കൂടിയ കാറുകൾ ഓടിക്കാൻ കഴിയും എന്നതാണ്. ആ കാലത്ത് അദ്ദേഹം കണ്ടുമുട്ടിയ ആളാണ് റോജർ. റോജറിന്റെ കയ്യിൽ ഒരു പുതിയ പോർഷെ കാർ ഉണ്ടായിരുന്നു. ആ കാർ കണ്ട എല്ലാവരും അദ്ദേഹം വലിയ പണക്കാരനാണെന്ന് കരുതി. ഒരു മാസം കഴിഞ്ഞപ്പോൾ റോജർ അയാളുടെ പഴയ കാർ തന്നെ ഓടിക്കാൻ തുടങ്ങി. അതിന് കാരണം മോർഗൻ അന്വേഷിച്ചപ്പോൾ കാർ ലോൺ അടയ്ക്കാൻ പറ്റാത്തതുകൊണ്ടാണെന്നായിരുന്നു റോജറിന്റെ മറുപടി. എന്നാൽ ഈ ഒരു കാരണം ആലോചിച്ച് റോജറിന് ഒരിക്കലും അപമാനം തോന്നിയിരുന്നില്ല. ഒരാൾ 1 ലക്ഷം രൂപയ്ക്ക് ഒരു സാധനം വാങ്ങിച്ചാൽ അയാൾ 1 ലക്ഷം രൂപ കയ്യിലുള്ള ആളാണെന്നല്ല അർത്ഥം, മറിച്ച് അയാളുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്നും 1 ലക്ഷം രൂപ കുറഞ്ഞു എന്നാണ്. അയാളുടെ മുമ്പുണ്ടായിരുന്ന സ്വത്തിനേക്കാൾ കുറഞ്ഞ അളവ് സ്വത്ത് മാത്രമേ അയാളുടെ കയ്യിൽ ഇപ്പോൾ ഉള്ളൂ എന്നാണ്. ഒരാളുടെ സ്വത്ത് നമ്മുടെ കണ്ണിൽ കാണാത്തതാണ്.
നമ്മൾ സമ്പാദിക്കുന്ന പണം നമ്മൾ ശരിയായി വിനിയോഗിച്ചില്ലെങ്കിൽ എവിടെ ചെന്ന് അവസാനിക്കുമെന്ന് നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല. അതിനുള്ള ഉത്തമ ഉദാഹരണമാണ് ലോകപ്രശസ്ത അഭിനേതാവായ ജോണി ഡെപ്പ്. ഇതേപോലെ പല ഉദാഹരണങ്ങളുമുണ്ട്. നമ്മളുടെ സമൂഹത്തിൽ പണമുള്ളവരും സുഖമായി ജീവിക്കുന്ന ഒരാളും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ഒരാൾ പണം കൊടുത്ത് ഏറ്റവും മികച്ചൊരു സ്പോർട്സ് കാർ വാങ്ങുന്നതിൽ ഒരു തെറ്റുമില്ല. പക്ഷേ അയാൾ തന്റെ വരുമാനത്തെക്കാൾ വലിയൊരു തുക ബാധ്യത തീർക്കാനായി അടയ്ക്കേണ്ടി വരുന്നുണ്ടെങ്കിൽ അത് വലിയ മണ്ടത്തരമാണ്. അവർ പണക്കാരല്ല. നമ്മളിൽ പലരും തടി കുറയ്ക്കാനായി ഡയറ്റിങ്ങും എക്സസൈസും ചെയ്യാറുണ്ട്. നമ്മൾ 1 മണിക്കൂർ എക്സസൈസ് ചെയ്യുമ്പോൾ നമ്മുടെ കാലറി ബേൺ ആയി തടി കുറയുന്നു. എന്നാൽ എക്സസൈസ് ചെയ്ത ശേഷം തന്നെ ഇഷ്ടമുള്ളതൊക്കെ എല്ലാ ദിവസവും കഴിച്ചാൽ തടി കുറയുമോ? ഇതേപോലെ തന്നെയാണ് പണക്കാരനായിരിക്കുന്നത്. നിങ്ങൾ സമ്പാദിക്കുന്നതൊക്കെയും ചിലവാക്കി ജീവിക്കുന്നത് നമ്മുടെ സ്വത്തിന്റെ ആരോഗ്യത്തിന് ഒട്ടും നല്ലതല്ല. നമ്മൾ ജീവിതത്തിൽ എന്ത് നേടണമെന്ന് കരുതിയാലും അതിന് മിതത്വവും ക്ഷമയും ആവശ്യമാണ്. ചില ആളുകൾക്ക് വലിയ വീടും കാറും ഒക്കെ ഉണ്ടാവും. പക്ഷേ അവരുടെ സേവിങ്സ് എത്രയുണ്ടെന്ന് നമുക്കറിയില്ല. എല്ലാവർക്കും പണക്കാരനാവണം എന്ന ആഗ്രഹമുണ്ടാവും. എന്നാൽ ഒരു പണക്കാരനാവാൻ എന്ത് ചെയ്യണം എന്ന് നമുക്കറിയില്ല. അതുപോലെ പണക്കാരനായാൽ നമ്മൾ പണം ചിലവാക്കണമെന്നാണ് പലരുടെയും ധാരണ. ആ ഒരൊറ്റ കാര്യമാണ് പണക്കാരനാവുന്നതിൽ നിന്നും നമ്മളെ തടയുന്നത്. റൊണാൾഡ് റീഡ് മരിച്ച ശേഷം ലോകം മുഴുവൻ അദ്ദേഹത്തെ ഒരു ഫിനാൻഷ്യൽ റോൾ മോഡലായി ആഘോഷിക്കുന്നുണ്ട്. പക്ഷേ ജീവിച്ചിരുന്നപ്പോൾ ഒരു റോൾ മോഡലായൊന്നും ആരും അദ്ദേഹത്തെ കണക്കാക്കിയിട്ടില്ല. അദ്ദേഹത്തിന് എത്ര സ്വത്തുണ്ടായിരുന്നെന്ന് ആർക്കും അറിയില്ലായിരുന്നു. നമ്മുടെ കണ്ണിൽ കനത്ത കാര്യങ്ങൾ പഠിച്ചെടുക്കുന്നത് വലിയ പാടാണ്. പക്ഷേ അത് പഠിച്ചെടുത്ത് പ്രാവർത്തികമാക്കാൻ തുടങ്ങിയാൽ നമ്മുടെ ലക്ഷ്യത്തിലേക്കും ആഗ്രഹ പൂർത്തീകരണത്തിലേക്കും എത്താം. ഇപ്പോൾ പണം ചിലവഴിക്കുന്നത് നല്ലതല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ആ പണം കൊണ്ട്? അടുത്ത എപ്പിസോഡിൽ കേൾക്കാം. സമ്പാദ്യത്തെക്കുറിച്ച് 3 തരം മനോഭാവമുള്ള മനുഷ്യരാണ് നമ്മുടെ ലോകത്തുള്ളത്. പണം സമ്പാദിക്കുന്നവർ, പണം സമ്പാദിക്കാൻ കഴിയില്ലെന്ന് കരുതുന്നവർ, പണം സമ്പാദിക്കേണ്ട ആവശ്യമേ ഇല്ലെന്ന് കരുതുന്നവർ. പണം സമ്പാദിക്കാൻ കഴിയില്ലെന്ന് കരുതുന്നവർക്കും അതിൻ്റെ ആവശ്യമില്ലെന്ന് കരുതുന്നവർക്കുമുള്ളതാണ് ഇപ്പോൾ പറയുന്ന വിഷയം. ആദ്യത്തെ ഐഡിയ, 1970കളിൽ എണ്ണ ലോകത്തിന് മുഴുവൻ ആവശ്യമായി വന്നു. പക്ഷേ ആ കാലത്ത് തന്നെയായിരുന്നു എണ്ണയ്ക്ക് ക്ഷാമം നേരിട്ടത്. എന്നാൽ ലോകം മുഴുവൻ അതിനെയൊക്കെ അതിജീവിച്ചു. പുതിയ എണ്ണക്കിണറുകൾ കണ്ടെത്തിയതുകൊണ്ടാണ്? അല്ല. ആ കാലത്ത് വന്ന വീടും വാഹനങ്ങളും എണ്ണ ആവശ്യമായ എല്ലാ യന്ത്രങ്ങളും കൂടുതൽ കാര്യക്ഷമമായി നിർമ്മിക്കപ്പെട്ടതുകൊണ്ടാണ്. അതുകൊണ്ടാണ് എണ്ണ ലാഭിച്ച് ക്ഷാമത്തിൽ നിന്നും രക്ഷപ്പെടാൻ സാധിച്ചത്. 1970ൽ നിന്നും ഇപ്പോഴുള്ള കാലഘട്ടത്തിലേക്ക് എത്തിയപ്പോൾ എണ്ണ ഉപയോഗം 2-3 ഇരട്ടിയായി മാറിയിട്ടുണ്ട്. ഇതിൽ നിന്നും ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാം. നമുക്ക് പുതിയൊരു കാര്യം കണ്ടെത്താൻ പറ്റിയില്ലെങ്കിലും ഉള്ള റിസോഴ്സിനെ ശരിയായി വിനിയോഗിക്കാൻ കഴിഞ്ഞാൽ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താം. നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റിൽ നിന്നും വരുന്ന റിട്ടേൺസോ നിങ്ങൾ സമ്പാദിക്കുന്ന പണമോ കാലങ്ങളോളം നിങ്ങൾക്ക് ഉപകാരപ്പെടുമോ? ഇല്ല. നിങ്ങളുടെ കൺട്രോളിലുള്ള പണം മാത്രമാണ് നിങ്ങളുടെ സമ്പാദ്യമായി മാറുകയുള്ളൂ. ചിലവ് ചെയ്തതിന് ശേഷവും അവസാനിക്കുന്ന പണം മാത്രമാണ് നിങ്ങളുടെ സമ്പാദ്യമായി മാറുകയുള്ളൂ. നിങ്ങളുടെ കയ്യിൽ വലിയ ശമ്പളമില്ലെങ്കിലും നിങ്ങൾക്ക് പണക്കാരനായി മാറാൻ കഴിയും. പക്ഷേ നിങ്ങൾക്ക് വലിയ ശമ്പളം ഉണ്ടായിട്ടും സമ്പാദിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നിങ്ങൾ ഒരിക്കലും പണക്കാരനാവില്ല. രണ്ടാമത്തെ പ്രധാന കാര്യം, നമ്മുടെ സ്വത്തിന്റെ മൂല്യം എന്നത് നമ്മുടെ ആവശ്യം എന്താണ് എന്നതിനനുസരിച്ചാണ്. ഞാൻ ഇൻവെസ്റ്റ് ചെയ്ത സ്റ്റോക്കിന് ഒരു വർഷം ലഭിക്കുന്ന റിട്ടേൺസ് 8% എന്ന് കരുതുക. എൻ്റെ സുഹൃത്തിൻ്റെ റിട്ടേൺ 12%. എന്നെക്കാൾ നല്ല ഇൻവെസ്റ്റർ ആയിരിക്കും എൻ്റെ സുഹൃത്ത്. എനിക്കും എൻ്റെ സുഹൃത്തിനും ഒരേ ശമ്പളമാണെന്ന് കരുതുക. എൻ്റെ വീട്ടിലെയും എൻ്റെ ആവശ്യങ്ങൾ എൻ്റെ സുഹൃത്തിനേക്കാൾ ചെറുതാണെങ്കിലും എൻ്റെ പണം മുഴുവൻ ഞാൻ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ ആർക്കാവും അധിക സ്വത്തുണ്ടാവുക? ഉറപ്പായും എനിക്ക് തന്നെയാണ്. ഞാൻ എൻ്റെ സുഹൃത്തിൻ്റെ അത്ര എക്സ്പേർട്ട് അല്ലെങ്കിൽ പോലും എനിക്ക് വരുന്ന ലാഭം വലുതായിരിക്കും. അതിന് കാരണം എനിക്ക് ആവശ്യങ്ങൾ കുറവാണ് എന്നതാണ്. നമ്മുടെ ആവശ്യങ്ങൾ എത്രത്തോളം ചെറുതാണോ അത്രത്തോളം നമ്മുടെ സ്വത്ത് വലുതാവും. ഈ ഒരു കാരണം കൊണ്ട് തന്നെ നമ്മൾ പണം സമ്പാദിക്കാൻ പഠിച്ചിരിക്കണം. മൂന്നാമത്തെ പ്രധാന കാര്യം, നമ്മുടെ ജീവിതത്തിൽ അടിസ്ഥാനപരമായ ചില കാര്യങ്ങളുണ്ട്. അതിനായി നമുക്ക് പണം ആവശ്യമുണ്ട്. അടിസ്ഥാനപരമായി ജീവിതത്തിൽ ആവശ്യമുള്ള കാര്യങ്ങളല്ലാതെ നമുക്ക് വേണമെന്ന് കരുതുന്ന ഒന്നും യഥാർത്ഥത്തിൽ നമുക്ക് ആവശ്യമുള്ളതാവില്ല. ഈ ഒരു കാരണം കൊണ്ടാണ് നല്ല വരുമാനം ഉണ്ടായിട്ട് പോലും പലർക്കും പണം സമ്പാദിക്കാൻ കഴിയാതെ പോകുന്നത്. നമുക്ക് എത്ര സമ്പാദിക്കാൻ കഴിയുമെന്ന് നമ്മൾ കരുതുന്നുവോ അതിനേക്കാൾ അധികമായി നമുക്ക് സമ്പാദിക്കാൻ കഴിയും. ആർക്ക് വേണമെങ്കിലും ഉള്ള വരുമാനത്തിൽ നിന്ന് സമ്പാദിക്കാൻ കഴിയും. വേണമെങ്കിൽ മുഴുവനും തന്നെ സമ്പാദിക്കാം. പണം എന്നത് നമ്മുടെ മനോഭാവത്തെ സംബന്ധിച്ച ഒരു വിഷയമാണ്. പണം സമ്പാദിക്കാൻ ഒരു കാരണവും ആവശ്യമില്ല. നമ്മളൊരു വീട് വാങ്ങാനോ കാർ വാങ്ങാനോ വാച്ച് വാങ്ങാനോ എന്താണ് കാരണം എന്ന് ചോദിച്ചാൽ നമുക്ക് ഈസിയായി കാരണം കണ്ടെത്താൻ പറ്റും. എന്നാൽ പണം സമ്പാദിക്കാൻ മാത്രം നമുക്ക് കാര്യങ്ങൾ ഉണ്ടാവില്ല. നമ്മൾ സമ്പാദിക്കുന്ന പണം നമുക്ക് ഏത് സാഹചര്യത്തിൽ വേണമെങ്കിലും ഉപകാരപ്പെടാം. കാരണമില്ലാതെ പണം സമ്പാദിക്കുമ്പോൾ മാത്രമാണ് പണത്തിന്റെ മതിപ്പും അതുപയോഗിച്ച് എങ്ങനെ സമ്പാദിക്കാമെന്നും ആലോചിക്കുകയുള്ളൂ. സോ പണം സമ്പാദിക്കാൻ നമുക്ക് കാരണമൊന്നും ആവശ്യമേ ഇല്ല. ആവശ്യ സമയത്ത് ഉപയോഗിക്കാൻ കഴിയുക എന്നതാണ് പണത്തിന്റെ പ്രധാന ഉപയോഗം. നമ്മൾ പണം സമ്പാദിച്ചാൽ മാത്രമേ നമ്മുടെ പണം വളരുകയുള്ളൂ. നമ്മൾ കാരണമില്ലാതെ സമ്പാദിച്ച പണം ജീവിതത്തിൽ പ്രധാനപ്പെട്ട ഘട്ടങ്ങളിൽ ഉപകാരപ്പെടും. അത് നമ്മുടെ ജീവിതം തന്നെ മാറ്റിമറിച്ചേക്കാം. അങ്ങനെ ചിന്തിക്കാത്തത് കൊണ്ടാണ് പലരും ജീവിതത്തിൽ ഒരേ ഇടത്തിൽ തന്നെ നിന്നു പോകുന്നത്. നമുക്കൊരു നേട്ടം ഉണ്ടാവണമെങ്കിൽ അധ്വാനശീലവും അറിവും ബുദ്ധിയും മാത്രം മതിയാവില്ല. പകരം ചില കാര്യങ്ങൾ ഒഴിവാക്കുകയും വേണ്ടാന്ന് വെക്കുകയും വേണം. അതുകൊണ്ട് തിരിച്ചു കിട്ടുന്ന ലാഭം വളരെ വലുതാണ്. കയ്യിൽ കിട്ടാത്ത വരമാണ് സമയം എന്നത്. ആ വരം നമുക്ക് വരുതിയിലാക്കാൻ കഴിയുന്നത് പണം കൊണ്ട് മാത്രമാണ്. ഈ ഒരു കാരണം കൊണ്ട് നമ്മൾ പണം സമ്പാദിക്കണം. യുക്തിസഹമായി ചിന്തിക്കുന്നതിലുപരി ഒരു വിഷയം എന്തുകൊണ്ടാണ് അങ്ങനെ എന്ന് കാര്യകാരണങ്ങൾ അവലോകനം ചെയ്ത് മനസ്സിലാക്കുക എന്നത് വളരെ പ്രധാനമാണ്. നമ്മളൊരു സ്പ്രെഡ്ഷീറ്റോ മെഷീൻ
ഒരു വിഷയം എന്തുകൊണ്ടാണ് അങ്ങനെ എന്ന് കാര്യകാരണങ്ങൾ അവലോകനം ചെയ്ത് മനസ്സിലാക്കുക എന്നത് വളരെ പ്രധാനമാണ്. നമ്മളൊരു സ്പ്രെഡ്ഷീറ്റോ മെഷീനോ അല്ല, വികാര വിചാരങ്ങളുള്ള മനുഷ്യരാണ് നമ്മൾ എത്രയൊക്കെ ശരിയാണെന്ന് ചിന്തിച്ചാലും അത് തെറ്റാവാനും, എത്രയൊക്കെ സന്തോഷിച്ചാലും ദുഃഖിക്കാനും ഒക്കെ സാധ്യതയുണ്ട്. ഇത് നമ്മൾ പലപ്പോഴും മനസ്സിലാക്കാറില്ല. പക്ഷെ നമ്മൾ കാര്യങ്ങൾ നന്നായി മനസ്സിലാക്കിയാൽ ഓരോ തീരുമാനങ്ങളും ചിന്തിച്ച ശേഷം മാത്രമേ കൈക്കൊള്ളുകയുള്ളൂ. എന്തൊക്കെ എങ്ങനെയൊക്കെ നടക്കുമെന്ന് നമ്മൾ കണക്ക് കൂട്ടണം. ഇത്ര നാളുകൾ കൊണ്ട് ഇത്ര പണം സമ്പാദിക്കണം, ഇന്നിന്ന കാര്യങ്ങൾ ചെയ്യണം എന്നൊക്കെ ആലോചിക്കുന്നതിന് പകരം നമുക്ക് യഥാർത്ഥത്തിൽ എന്താണ് വേണ്ടതെന്നും നമ്മുടെ ശാരീരിക മാനസിക ആരോഗ്യസ്ഥിതി എന്താണെന്നും നമ്മുടെ ചുറ്റുമുള്ളവരുടെ ആവശ്യം എന്താണെന്നും നമ്മൾ ചിന്തിക്കുന്നില്ല. 19-ാം നൂറ്റാണ്ടിൽ ജൂലിയസ് വാഗ്നർ ജൗറെക് എന്നൊരു സൈക്യാട്രിസ്റ്റ് ഉണ്ടായിരുന്നു. അദ്ദേഹത്തെ ഒരു മണ്ടനായാണ് അന്ന് പലരും കണക്കാക്കിയിരുന്നത്. ആ കാലഘട്ടത്തിലാണ് സിഫിലിസ് എന്ന അസുഖം പടർന്നു പിടിച്ചത്. അതിന് മരുന്ന് കണ്ടുപിടിക്കാൻ ശാസ്ത്രത്തിന് പെട്ടെന്ന് കഴിഞ്ഞില്ല. വാഗ്നർ ജൗറെക് ഒരുപാട് പരീക്ഷണങ്ങൾ നടത്തി അവസാനം സിഫിലിസിനെ പിടിച്ചുകെട്ടാനുള്ള വഴി കണ്ടെത്തി. മലേറിയയും ടൈഫോയിഡും കാരണമുണ്ടാവുന്ന പനിക്ക് സിഫിലിസിനെ ഇല്ലാതാക്കാനുള്ള ശക്തിയുണ്ടെന്ന് അദ്ദേഹം തെളിയിച്ചു. പലരും ഈ പരീക്ഷണത്തിനിടയിൽ മരണപ്പെട്ടു. പക്ഷേ മലേറിയയുടെ ശക്തി കുറഞ്ഞ വൈറസ് ഉപയോഗിച്ച് സിഫിലിസ് ബാധിച്ച 10-ൽ 6 പേർക്ക് അസുഖം ഭേദമായി. ഇതിന് വാഗ്നർ ജൗറെക് മലേറിയ തെറാപ്പി എന്ന് പേരിട്ടു. ഈ കണ്ടെത്തലിനായിരുന്നു അദ്ദേഹത്തിന് 1927-ൽ നൊബേൽ സമ്മാനം ലഭിച്ചത്. പനിയെ എല്ലാവരും ഭയപ്പെട്ടിരുന്ന കാലത്ത് അതേ പനിയെ ഉപകാരമാക്കാനുള്ള കാര്യമായി വാഗ്നർ ജൗറെക് മാറ്റിയെടുത്തു. പനി ശരീരത്തിന് ആവശ്യമുള്ളൊരു കാര്യമായിട്ടും എന്തുകൊണ്ടാണ് നമ്മൾ പനിയെ ഭയക്കുന്നത്? കാരണം സിമ്പിളാണ്. പനി കൊണ്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ നമുക്ക് ഇഷ്ടമല്ല. പനിയുടെ ഗുണമൊന്നും നമ്മളപ്പോൾ ചിന്തിക്കാറേയില്ല. ഇതുകൊണ്ടാണ് യുക്തിസഹമായി ചിന്തിക്കാതെ പ്രായോഗികമായി ചിന്തിക്കണം എന്ന് പറയുന്നത്. ഇത് പണത്തിൻ്റെ കാര്യത്തിലും വളരെ പ്രധാനമാണ്. ഇപ്പോൾ നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇഷ്ടമില്ലാത്തൊരു കമ്പനിയിൽ നിക്ഷേപിക്കുകയാണ് എന്ന് കരുതുക. ആ കമ്പനിക്ക് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന കമ്പനിയേക്കാൾ വലിയ റിട്ടേൺസ് ഉണ്ടെന്നും കരുതുക. പക്ഷേ എപ്പോഴെങ്കിലും കമ്പനി ക്രാഷ് ആയാൽ ആ കമ്പനിയോടുള്ള ഇഷ്ടക്കേടും നിങ്ങൾക്ക് നഷ്ടപ്പെട്ട പണവും നിങ്ങളുടെ സ്വസ്ഥത ഇല്ലാതാക്കും. ഇതേ കാര്യം തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കമ്പനിയിൽ പണം നിക്ഷേപിച്ച ശേഷമാണ് സംഭവിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് അത്രയും വിഷമം ഉണ്ടാവില്ല. കാരണം ആ കമ്പനിയിൽ പണം നിക്ഷേപിക്കാൻ നിങ്ങൾക്കൊരു കാരണമുണ്ടായിരുന്നു എന്നതുകൊണ്ടാണ്. ഇതുകൊണ്ടാണ് യുക്തിസഹമായി ഒരു കാര്യം ചെയ്യുന്നതിന് പകരം കാരണത്തോടെ ചെയ്യണം എന്ന് പറയുന്നത്. ഇത് പണത്തിൻ്റെ ലോകത്ത് വളരെ പ്രധാനമാണ്. ചില കാര്യങ്ങൾ നമ്മുടെ കണക്കുകൂട്ടലുകളിൽ ശരിയായിരിക്കും. പക്ഷേ അതേ കണക്ക് ജീവിതത്തിൽ ശരിയായി വരണമെന്നില്ല. ജീവിതത്തിൽ കാരണം എന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മളുടെ ഭാവി എന്താണെന്ന് അറിയില്ല എന്ന് പറയുന്നത് ഒരു സത്യമാണെങ്കിലും അത് ഭയമുണ്ടാക്കുന്ന ഒരു കാര്യം കൂടെയാണ്. സ്റ്റോക്ക് മാർക്കറ്റ് എന്നത് അപകടം നിറഞ്ഞൊരു മേഖലയാണ്. ജീവിതവും അങ്ങനെ തന്നെയാണ്. പക്ഷേ നമുക്ക് എല്ലാവർക്കും ജീവിതം മുന്നോട്ട് എന്താണ് എന്നറിയണം. അടുത്ത വർഷത്തെ സ്റ്റോക്ക് മാർക്കറ്റ് പ്രവചിക്കണം. ജീവിക്കുന്നതിന് ഒരു കാരണമുണ്ടാവുക എന്നത് മനുഷ്യ സഹജമാണ്. വാൻഗാർഡിന്റെ ഫൗണ്ടർ ജോൺ സി ബോഗിൾ എപ്പോഴും ലോ കോസ്റ്റ് ഇൻഡെക്സിൽ മാത്രമേ പണം നിക്ഷേപിച്ചിരുന്നുള്ളൂ. പക്ഷേ അദ്ദേഹത്തിന്റെ മക്കൾ ഹെഡ്ജ് ഫണ്ട് മാനേജറായും മ്യൂച്വൽ ഫണ്ട്സ് മാനേജറായും വന്നപ്പോൾ അതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പാടില്ലെന്നും മാത്സിന്റെ അരിത്മെറ്റിക് റൂൾസ് ഒന്നും പിന്തുടരുന്നില്ല എന്നും പറഞ്ഞ ജോൺ സി ബോഗിൾ പിന്നീട് അതിൽ പണം ഇൻവെസ്റ്റ് ചെയ്തു. ഇതെന്തുകൊണ്ടാണെന്ന് പലരും ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി ചില കാര്യങ്ങൾ ചെയ്യുന്നത് കുടുംബത്തിന് വേണ്ടി കൂടെയാണെന്നും ചില കാര്യങ്ങൾ ജീവിതം പോലെ തന്നെ അസ്ഥിരമാണെന്നുമാണ്. ചരിത്രം എന്നത് നമ്മളുടെ ജീവിതം എങ്ങനെ മാറുന്നു എന്ന് പഠിക്കാനുള്ള ഒരു ആയുധമാണ്. നമ്മുടെ പഴയ കാലത്ത് നടന്ന കാര്യങ്ങളിൽ പലതും അപ്രതീക്ഷിതമായിരുന്നു. ഇന്ന് വെയിലുണ്ടായിരുന്നത് കൊണ്ട് നാളെ മഴ പെയ്യില്ല എന്ന് നമുക്ക് തീർത്ത് പറയാൻ കഴിയുമോ? ഇല്ല. പണത്തിനെക്കുറിച്ച് പഠിക്കുന്ന ഒരാൾ കഴിഞ്ഞ കാല അനുഭവത്തെ അവലോകനം ചെയ്യുന്നത് തെറ്റല്ല. പക്ഷേ എത്രയൊക്കെ അവലോകനങ്ങൾ നടത്തിയാലും അത് ഭാവിയിലേക്കുള്ള മാപ്പ് ആകില്ല. ലോകത്തിലുള്ള എല്ലാവരുടെയും കിഡ്നിയുടെ പ്രവർത്തനം ഒരുപോലെ തന്നെയാണ്. പക്ഷേ ഇൻവെസ്റ്റിംഗ്, മണി, സ്റ്റോക്ക് മാർക്കറ്റ് ഇവയൊന്നും ശരീരം പോലെയല്ല. മറിച്ച് പല കോടി ആളുകൾ അവരവരുടെ ചിന്തയ്ക്കും മനോനിലയ്ക്കും അനുസരിച്ച് തീരുമാനമെടുക്കുന്ന ഇടമാണത്. റിച്ചാർഡ് ഫെയ്ൻമാൻ എന്ന പ്രശസ്തനായ ഫിസിസിസ്റ്റ് ഒരിക്കൽ പറഞ്ഞത് ആറ്റത്തിന് മനുഷ്യരെ പോലെ വികാര വിചാരങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ ഫിസിക്സ് എന്ന വിഷയം കഠിനമായ ഒന്നായേനെ എന്നാണ്. നമ്മളുടെ ശക്തിയെയും ബലഹീനതയെയും നിയന്ത്രിക്കുന്നത് വികാരങ്ങളാണ്. മനുഷ്യർ ഉണ്ടാക്കിയ ചരിത്രം നോക്കി നമ്മൾ ഭാവി കണക്ക് കൂട്ടിയാൽ 2 അപകടങ്ങളുണ്ട്. ഒന്ന്, ലോകത്തിന്റെ ഗതി തന്നെ മാറ്റിയ ചരിത്ര സംഭവങ്ങൾ നമ്മൾ അറിയാതെ പോകും. 19-ാം നൂറ്റാണ്ടിലും 20-ാം നൂറ്റാണ്ടിലും ജനിച്ചത് 50 ബില്യൺ മനുഷ്യരാണ്. അവരിൽ ചിലരുടെ പേരുകൾ മാത്രം ഞാൻ പറയാം. അവരൊന്നുമില്ലായിരുന്നെങ്കിൽ ലോകം എങ്ങനെ മാറുമായിരുന്നു എന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. അഡോൾഫ് ഹിറ്റ്ലർ, ജോസഫ് സ്റ്റാലിൻ, തോമസ് ആൽവ എഡിസൺ, ബിൽ ഗേറ്റ്സ്, മാർട്ടിൻ ലൂതർ കിങ്, അങ്ങനെ പല ആളുകൾ. ലോകത്തെ മാറ്റിമറിച്ചതിൽ ഇവരുടെ പങ്ക് വളരെ വലുതാണ്. ഇപ്പോഴും നമ്മുടെ മാർക്കറ്റിൽ നടക്കുന്ന ചില കാര്യങ്ങൾ ഒരിക്കലും നടക്കുമെന്ന് പ്രതീക്ഷിക്കാത്ത ചില കാര്യങ്ങൾ കൊണ്ടുണ്ടായ പ്രതിഫലനമാണ്. നമ്മളൊരു കാര്യത്തെ അവലോകനം ചെയ്യണ്ട എന്നല്ല പറയുന്നത്. അവലോകനം കൊണ്ടല്ല പരാജയം സംഭവിക്കുന്നത്. പക്ഷേ നമ്മുടെ പ്രതീക്ഷയിലാണ് പരാജയപ്പെടുന്നത്. നമ്മളുടെ ഭാവി എങ്ങനെയാകുമെന്ന് എത്രത്തോളം സങ്കല്പിക്കാൻ കഴിയുന്നുവോ അത്രത്തോളം നമുക്ക് പ്ലാനിംഗ് നടത്താൻ കഴിയും. അതും പ്രതീക്ഷിക്കുന്ന പോലെ സംഭവിക്കുമെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. നമ്മൾ എത്രയൊക്കെ കണക്കുകൂട്ടലുകളോട് ഇരുന്നാലും നമ്മുടെ ഭാവി എങ്ങനെ വേണമെങ്കിലും ആവാമെന്ന് കൂടി മനസ്സിലാക്കണം. 2, പഴയ കാലം ചിലപ്പോൾ തെറ്റായ വഴിയിലേക്ക് കൊണ്ടുപോയേക്കാം. എന്നുണ്ടാവേണ്ട മാറ്റങ്ങളെ അപ്ഡേറ്റ് ചെയ്യുന്നില്ല എന്നതൊരു പ്രശ്നമാണ്. മുമ്പ് ചെയ്ത കാര്യങ്ങൾ അതേ രീതിയിൽ പിന്തുടരുന്നതിന് പകരം ആവശ്യമായ മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട് എന്ന് കരുതി പഴയ കാലത്തെ അപ്പാടെ തള്ളിക്കളയേണ്ടതില്ല. അതിൽ നിന്നും ഉൾക്കൊള്ളേണ്ട പല കാര്യങ്ങളുണ്ട്. ഉൾക്കൊള്ളേണ്ടത് ഉൾക്കൊണ്ട് തള്ളേണ്ടത് തള്ളി തന്നെ നമ്മൾ ചരിത്രത്തെ ഉൾക്കൊള്ളണം. നിങ്ങളൊരു പദ്ധതി ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതിൽ പ്രധാനമായും വേണ്ട കാര്യം ആ പദ്ധതി നിങ്ങൾ വിചാരിച്ച പോലെ നടന്നില്ലെങ്കിൽ എന്ത് ചെയ്യും എന്നുള്ള പദ്ധതിയാണ്. പണത്തിനെ പറ്റി കസീനോസിൽ നിന്നും പഠിക്കാം. അപകടമുള്ളൊരു സ്ഥലമാണ് കസീനോ. എങ്കിലും അവിടെ നടക്കുന്ന ചില കാര്യങ്ങളിലൂടെ പണം എങ്ങനെ വിനിയോഗിക്കണം എന്ന് മനസ്സിലാക്കാം. എല്ലാ കസീനോയിലും പ്രധാനപ്പെട്ട ഒരു ഗെയിമാണ് ബ്ലാക്ക് ജാക്ക്. ബ്ലാക്ക് ജാക്കിൻ്റെ റൂൾസ് വളരെ ലളിതമാണ്.
നമ്മുടെ ഡീലർ അടുത്തത് ഏത് കാർഡാണ് എടുക്കാൻ പോകുന്നത് എന്ന് നമ്മൾ കണ്ടുപിടിച്ചാൽ മതി. പക്ഷേ ഓരോ കാർഡിനും നമ്മൾ ബെറ്റ് കെട്ടണമെന്ന് മാത്രമല്ല, 52 കാർഡിൽ ഏത് കാർഡ് ആദ്യം വരുമെന്നതിനെക്കുറിച്ച് ഒരു സൂചനയും നിങ്ങൾക്കുണ്ടാവില്ല. പക്ഷേ അതിനൊരു ചെറിയ ട്രിക്കുണ്ട്. ഓരോ കാർഡും ഡീലർ എടുത്തു വെക്കുമ്പോൾ അതിനു മുമ്പ് വന്ന കാർഡ് ഏതാണെന്ന് ഓർമ്മയുണ്ടെങ്കിൽ ബാക്കിയുള്ള കാർഡ് ഏതൊക്കെയാണെന്ന് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ കഴിയും. ഇങ്ങനെയൊക്കെയാണെങ്കിലും ഈ ഗെയിമിൽ ജയിച്ചവർക്കും സ്ഥിരമായി കളിക്കുന്നവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, അവസാന കാർഡ് വരെയും പരാജയപ്പെടാനുള്ള സാധ്യതയുണ്ട്. ജയിക്കുമെന്ന് തോന്നുന്ന സമയത്ത് പോലും ജയിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. എപ്പോൾ വേണമെങ്കിലും നമ്മൾ പരാജയപ്പെട്ടേക്കാം. നമ്മൾ തെറ്റ് ചെയ്യുമെന്നത് അംഗീകരിക്കുന്നത് അറിയാത്ത പലതും പഠിക്കാനുള്ള അവസരമായി മാറും. അത് നമ്മുടെ വളർച്ചയ്ക്ക് അത്യന്താപേക്ഷിതവുമാണ്. ജീവിതത്തിൽ തെറ്റ് സംഭവിച്ചാൽ മാത്രമേ മുന്നോട്ടുള്ള വഴി കൂടുതൽ കരുതലോടെ നമ്മൾ തിരഞ്ഞെടുക്കൂ. ബിൽഗേറ്റ്സിനെ പോലെയുള്ള ആളുകൾ ഇതൊക്കെ മുൻകൂട്ടി കണ്ടവരാണ്. ബിൽഗേറ്റ്സ് ഒരിക്കൽ മൈക്രോസോഫ്റ്റിന് ഒരു വർഷം വരുമാനം ഒന്നും ഉണ്ടായില്ലെങ്കിലും മുന്നോട്ട് പോകാനുള്ള പണം താൻ കരുതാറുണ്ട് എന്ന് പറഞ്ഞിരുന്നു. വാറൻ ബഫറ്റും അതേപോലെ തന്നെയാണ്. എത്ര കോടി രൂപ താൻ സമ്പാദിച്ചാലും അധിക ലാഭം ഉണ്ടാക്കാനായി ഉറങ്ങുന്നതിന് മുമ്പ് താൻ ട്രേഡിംഗ് നടത്താറില്ലെന്നാണ് അദ്ദേഹം പറഞ്ഞത്. പണത്തിന്റെ കാര്യത്തിൽ ഈ ചിന്ത എങ്ങനെ ഉപകാരപ്പെടുമെന്ന് നോക്കാം. നിങ്ങളൊരു ഇൻവെസ്റ്റർ ആണെന്ന് കരുതുക. നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റിൽ 30% ഇടിവ് വന്നെന്നും കരുതുക. നിങ്ങൾക്കത് അംഗീകരിക്കാൻ കഴിയുമോ? കണക്കുകൾ നോക്കിയാൽ 30% എന്നത് വളരെ കൂടുതൽ തന്നെയാണ്. നമുക്ക് നല്ല രീതിയിൽ മറ്റൊരു ക്യാഷ് ഫ്ലോ ഉണ്ടെങ്കിൽ ഉറപ്പായും ഇത് അംഗീകരിക്കാൻ കഴിയും. ചിലപ്പോൾ നമ്മൾ വിചാരിച്ച പോലെ എന്തെങ്കിലും കാര്യങ്ങൾ നടന്നില്ലെങ്കിൽ നമ്മൾ എളുപ്പത്തിൽ ക്വിറ്റ് ചെയ്യും. സ്പ്രെഡ്ഷീറ്റ്സ് നമ്മളോട് 1000 കഥകൾ പറഞ്ഞാലും നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ നമ്മുടെ ചിന്തയ്ക്കനുസരിച്ചാണ്. ഇപ്പോൾ നിങ്ങൾ റിട്ടയർമെന്റിനായി പണം സൂക്ഷിക്കുന്നു എന്ന് കരുതുക. റിട്ടയർമെന്റിനായി പല വിധത്തിലുള്ള പ്ലാനുകളുണ്ട്. മ്യൂച്വൽ ഫണ്ട് പ്ലാൻ, പോസ്റ്റ് ഓഫീസ് സ്കീം, ചിറ്റ് ഫണ്ട് പ്ലാൻ, ഇൻഷുറൻസ് പ്ലാൻ, ഇങ്ങനെ പല ഓപ്ഷൻസ് ഉണ്ട്. പക്ഷേ ഇത്രയും ഓപ്ഷൻസ് ഉണ്ടായാലും നിങ്ങൾ റിട്ടയർ ചെയ്യുമ്പോൾ അന്നത്തെ സാഹചര്യം അനുകൂലമാവാത്തത് കൊണ്ടോ അപ്പോഴത്തെ ഇക്കണോമിയുടെ അവസ്ഥ കാരണമോ നിങ്ങൾ വിചാരിച്ച പണം നിങ്ങളുടെ കയ്യിൽ വന്നില്ലെങ്കിൽ എന്ത് ചെയ്യും? എപ്പോൾ വേണമെങ്കിലും നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത പണം നിങ്ങൾക്ക് തിരികെ കിട്ടാം. പക്ഷേ കാത്തിരിക്കണം എന്നാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ വിചാരിച്ച സമയത്ത് നിങ്ങൾക്ക് റിട്ടയർ ചെയ്യാൻ പറ്റില്ല. ഇത്തരം ചിന്തകളെല്ലാം നമ്മളെ ഭയപ്പെടുത്തിയേക്കാം. പക്ഷേ ഭയമല്ല പ്രധാനം, പഠിക്കുക എന്നതാണ് പ്രധാനം. വിശ്വാസമില്ലെങ്കിൽ നമുക്ക് വളരാൻ കഴിയില്ല. ഓരോ ഘട്ടത്തിലും വളരണമെങ്കിൽ നമ്മൾ റിസ്ക് എടുത്തേ പറ്റൂ. നിങ്ങളെ മുഴുവനായി ഇല്ലാതാക്കുന്ന റിസ്ക് ഒരിക്കലും ഗുണം ചെയ്യില്ല. നിങ്ങൾ എടുക്കുന്ന റിസ്കിനെ കുറിച്ച് നിങ്ങൾ ബോധവാനായിരിക്കണം. റിസ്ക് എപ്പോഴും ഉണ്ടാവണമെന്നില്ല. പക്ഷേ റിസ്ക് ഉണ്ടായാൽ തിരിച്ചുപിടിക്കാൻ പറ്റുന്നവരെയും റിസ്ക് എടുക്കാൻ നമ്മൾ തയ്യാറായിരിക്കണം. അതിൻ്റെ ഏറ്റവും ചെറിയ ഉദാഹരണമാണ്, ഇന്ന് നിങ്ങളുടെ കയ്യിൽ 1000 രൂപ ഉണ്ടെങ്കിൽ 10 രൂപ വെച്ച് റിസ്ക് എടുക്കുകയാണെങ്കിൽ അടുത്ത 100 തവണ നിങ്ങൾക്ക് റിസ്ക് എടുക്കാനുള്ള അവസരമുണ്ടാകും. എന്നാൽ അതേസമയം 1000 രൂപയും വെച്ചാണ് റിസ്ക് എടുക്കുന്നതെങ്കിൽ ഒറ്റ തവണ മാത്രമേ നിങ്ങൾക്ക് റിസ്ക് എടുക്കാൻ കഴിയൂ. ദീർഘകാല പദ്ധതി ഉണ്ടാക്കുക എന്നത് ഒട്ടും എളുപ്പമല്ല. കാരണം ഓരോ കാലത്തും നമ്മുടെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും മാറി മാറി വരും. കുട്ടിക്കാലത്ത് നമ്മൾ കാണുന്ന ചില കുഞ്ഞു സ്വപ്നങ്ങളുണ്ട്. ചില കളിപ്പാട്ടങ്ങൾ വേണമെന്നും എപ്പോഴും സ്വീറ്റ്സ് കഴിക്കാനായി സ്വീറ്റ്സ് കടയിൽ ജോലി ചെയ്യണം എന്ന് പോലും നമ്മൾ ആഗ്രഹിച്ചിട്ടുണ്ടാവാം. പക്ഷേ കാലം കഴിഞ്ഞ് നമ്മൾ കൗമാരത്തിലെത്തുമ്പോൾ നമ്മുടെ ആവശ്യങ്ങൾ മാറും. ഒപ്പം ചുറ്റുമുള്ള ആളുകളിൽ നിന്നും ആദരവ് കിട്ടുന്ന ഒരു ജോലി കിട്ടണം എന്നാവും നമ്മൾ ആഗ്രഹിക്കുന്നത്. പണം കിട്ടണമെന്നും ആഗ്രഹിക്കും. എന്നാൽ യൗവനത്തിലേക്ക് കടന്ന് കുടുംബജീവിതം തുടങ്ങിക്കഴിഞ്ഞാൽ ജീവിക്കാനുള്ള പണം സമ്പാദിക്കാനുള്ള പല വഴികൾ കണ്ടെത്താനായി നമ്മൾ പരിശ്രമിക്കും. ഓരോ കാലത്തിലും നമ്മുടെ ആവശ്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ ദീർഘകാലത്തേക്കുള്ള പദ്ധതി നമുക്ക് തയ്യാറാക്കാൻ കഴിയില്ല. നമുക്കൊരു കാര്യം വേണമെന്ന് ആഗ്രഹിച്ചാൽ പല കാര്യങ്ങൾ തടസ്സമായി വരുമെന്ന് നമ്മൾ ആലോചിക്കാറില്ല. ആഗ്രഹം എത്ര എളുപ്പത്തിൽ സാധിക്കാൻ പറ്റുന്നതാണെങ്കിലും ബുദ്ധിമുട്ടുള്ളതാണെങ്കിലും അത് നേടുക എന്നത് എപ്പോഴും എളുപ്പമാവണമെന്നില്ല. ദീർഘകാല സാമ്പത്തിക പദ്ധതികൾ പ്രധാനം തന്നെയാണ്. പക്ഷേ നമ്മളും നമ്മുടെ ചുറ്റുമുള്ള ലോകവും എപ്പോഴും മാറ്റത്തിന് വിധേയമാവുകയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഹാർവാർഡിലെ സൈക്കോളജിസ്റ്റ് ഡാനിയൽ ഗിൽബർട്ട് പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. അതിങ്ങനെയാണ്: ഇവിടെയുള്ള ഓരോ ആളുകളും ഒരു ഇല്യൂഷനോടെയാണ് നടക്കുന്നത്. നമ്മൾ എങ്ങനെയുള്ള ആളായി മാറണമെന്നാണോ നമ്മൾ വിചാരിക്കുന്നത്, ആ മനുഷ്യനായി മാറും എന്ന വിശ്വാസത്തിലാണ് നടക്കുന്നത്. പക്ഷേ ആ മാറ്റം നമുക്ക് ആവശ്യമുണ്ടോ? ആ മനുഷ്യനായി മാറിയാൽ എന്തൊക്കെയാവും നമ്മുടെ ആവശ്യം? നമ്മൾ ഓരോ തവണയും ആരെങ്കിലും ആവണം എന്ന് കരുതി ചില തീരുമാനങ്ങൾ എടുക്കുന്നുണ്ടെങ്കിലും പലപ്പോഴും ആ തീരുമാനത്തിൽ നമ്മൾ സന്തോഷിക്കാറില്ല. 30-ാം വയസ്സിൽ ഡിവോഴ്സിനായി പരിശ്രമിക്കുന്നു. പക്ഷേ 20-ാം വയസ്സിൽ കല്യാണത്തിനായി ശ്രമിക്കുന്നു. 15 വയസ്സിൽ ഒരു ടാറ്റു വേണമെന്ന് കരുതി ചെയ്യുന്നു. പക്ഷേ 25 വയസ്സിൽ ആ ടാറ്റു ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു. 40 വയസ്സിൽ പണം സമ്പാദിക്കണം എന്ന് കരുതുന്നു. പക്ഷേ 70 വയസ്സ് കഴിയുമ്പോൾ പണം സമ്പാദിക്കുന്നത് നിർത്തിയാൽ മതിയെന്ന് തോന്നും. നമ്മുടെ ആവശ്യങ്ങളും മാറ്റങ്ങളുമെല്ലാം അടിക്കടി സംഭവിക്കുന്നതാണ്. ചാർലി മങ്കർ പറയുന്ന പ്രധാനപ്പെട്ട ഒരു സാമ്പത്തിക ഉപദേശം, ഒരു കാരണവശാലും നമ്മൾ നീണ്ട കാലത്തേക്ക് നിക്ഷേപിച്ച പണം പല മടങ്ങാകുന്നത് തടയാൻ പാടില്ല എന്നാണ്. എന്നാൽ ഇത്ര മാറ്റങ്ങൾ അടിക്കടി ഉണ്ടാകുന്ന നമ്മുടെ ജീവിതത്തിൽ ഇതെങ്ങനെ പ്രാവർത്തികമാക്കും? റൊണാൾഡ് റീഡിന് അത് ചെയ്യാൻ കഴിഞ്ഞതുകൊണ്ട് ജീവിതത്തിൽ സന്തോഷം ഉണ്ടാകുമെന്നും കരുതാൻ പാടില്ല. ചെറിയ ശമ്പളത്തിൽ ജീവിച്ചാൽ വയസ്സായി റിട്ടയർ ചെയ്യുന്ന പ്രായത്തിൽ നിങ്ങളുടെ കയ്യിൽ സമ്പാദ്യമൊന്നും ഇല്ലാതാവും. പണം മാത്രം വിചാരിച്ചോടിയാൽ സമയമടക്കം പ്രധാനപ്പെട്ട പല കാര്യങ്ങളും നിങ്ങൾക്ക് ജീവിതത്തിൽ നഷ്ടപ്പെട്ടേക്കാം. എത്ര പണം സമ്പാദിച്ചാലും നിങ്ങൾ നഷ്ടപ്പെടുത്തിയ നല്ല സമയം നിങ്ങൾക്ക് തിരിച്ചു കിട്ടില്ല. പണം കൊണ്ട് സമയത്തെ നിയന്ത്രിക്കാൻ മാത്രമേ കഴിയൂ, നിർത്താൻ കഴിയില്ല. നിങ്ങളുടെ സാഹചര്യത്തിനനുസരിച്ച് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്താൽ ഉറപ്പായും നിങ്ങൾ ആഗ്രഹിക്കുന്നത് ചെയ്യാൻ പറ്റും. നമ്മുടെ മനസ്സ് എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്നുണ്ടെന്ന് നമ്മൾ തിരിച്ചറിയണം. നിങ്ങൾ 18 വയസ്സിൽ എന്താണോ പറഞ്ഞത് അത് മാത്രമേ 24 വയസ്സിൽ ചെയ്യൂ എന്ന് വാശി പിടിച്ചാൽ മാറ്റം നിങ്ങളെ ഒരു പ്രശ്നമായി ബാധിച്ചേക്കാം. അമേരിക്കയിൽ 27% ആളുകൾ മാത്രമാണ് പഠിച്ച വിഷയവുമായി ബന്ധപ്പെട്ട ജോലികൾ ചെയ്യുന്നുള്ളൂ. അമേരിക്കയിൽ മാത്രമല്ല, ലോകം മുഴുവനും അങ്ങനെ തന്നെയാണ്. പല ആളുകളും ഇന്ന് ചെയ്യുന്ന ജോലി 18 വയസ്സിൽ തുടങ്ങിയതാണ് എന്ന ഒറ്റ കാരണം കൊണ്ട് തുടർന്ന് ചെയ്യുന്നവരുണ്ട്.
ഈ ജോലി ഇഷ്ടമുള്ളതാണോ, ഈ ജോലി കൊണ്ട് ആഗ്രഹിച്ചതെല്ലാം നേടാൻ കഴിയുമോ എന്ന് ചിന്തിച്ചല്ല പലരും ജോലി ചെയ്യുന്നത്. നമ്മുടെ ജീവിതത്തിൽ എന്ത് പദ്ധതികൾ ഉണ്ടാക്കിയാലും ആ പദ്ധതി കൊണ്ട് ഭാവിയിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാത്തതാവണമെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇവിടെയുള്ള എല്ലാത്തിനും ഒരു നേട്ടമുണ്ട്.